വരുന്നുണ്ട്. പല്ലുരുമിക്കൊണ്ട് മഹേശ്വരി ലച്ചുവിനെ നോക്കി. അവർ താഴെ നിൽക്കുന്നത് കണ്ട ചന്തു ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചാണ് ഇറങ്ങിയത്. ഈ പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെ സ്റ്റെയറിൽ ഓയിൽ വല്ലതും ഒഴിച്ചിട്ടുണ്ടോ എന്നറിയില്ലല്ലോ. അവൾ തല ഉയർത്തി അവരുടെ മുന്നിലെത്തി. അവരെ ഗൗനിക്കാതെ കിച്ചണിലേക്ക് നടന്നു. അവരുടെ മുഖത്ത് അടിയേറ്റതുപോലായിപ്പോയി. നിൽക്കടി അവിടെ, ലച്ചു അലറി. ഓ, രാവിലെ തന്നെ ഇവൾ. ചന്തു തിരിഞ്ഞു. അവളുടെ നോട്ടം ലച്ചുവിൽ മാത്രമായിരുന്നു. ലച്ചുവിനാണെങ്കിൽ ചന്തുവിനെ അരച്ച് കലക്കി കുടിക്കാനുള്ള ദേഷ്യമുണ്ട്. ചന്തു അവളുടെ കവിളിലേക്കൊന്ന് നോക്കി. മഹിയുടെയും അവളുടെയും വിരൽപ്പാടുകൾ ചുവന്ന് തിണർത്ത് തെളിഞ്ഞു കിടപ്പുണ്ട്. എന്താടി നീ നോക്കുന്നേ? എവിടേക്കാ നീ വലിഞ്ഞു കയറി പോന്നേ? ലച്ചു മുരണ്ടു. ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം: ഇന്നലത്തെ ശേഷിപ്പ് നിന്റെ മുഖത്ത് തെളിഞ്ഞു കിടക്കുന്നത് കണ്ട് ഒന്ന് പുളകം കൊണ്ടതാ മോളെ. കൈ ചുരുട്ടി ഒന്ന് നോക്കിക്കൊണ്ട് ചന്തു പറഞ്ഞു. പിന്നെ നിനക്കറിയേണ്ടത് ഞാൻ എവിടേക്ക് പോകുന്നു എന്നല്ലേ? കിച്ചണിലേക്ക്. എൻ്റെ മഹിയേട്ടന് കോഫി ഉണ്ടാക്കാൻ പോന്നു. എന്താ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? കൂസലന്യെ അവളുടെ മറുപടി കേട്ടതും മഹേശ്വരി ഞെട്ടി. ഇന്നലെ വരെയും കണ്ടവളല്ല മുന്നിൽ നിൽക്കുന്നതെന്ന് ഒരു നിമിഷം അവർക്ക് തോന്നി. നിന്റെ മഹിയേട്ടനോ? അതെൻ്റെ ഈശ്വരാണ്, എൻ്റെ ഈശ്വരൻ. ഹ, അത് കൊള്ളാലോ. എന്നിട്ട് നിന്റെ ഈശ്വരൻ നിന്നെ കൈവിട്ട് കളഞ്ഞതെന്താ? അവളുടെ പുച്ഛം നിറഞ്ഞ ചോദ്യം കേട്ടതും ലച്ചു ഒന്ന് പകച്ചു. മഹിയേട്ടൻ്റെ താലി എൻ്റെ കഴുത്തിൽ വീണ നിമിഷം, ആ നിമിഷം തൊട്ട് എൻ്റേതാണ് അദ്ദേഹം, എൻ്റേത് മാത്രം. ചന്തു വെട്ടിത്തിരിഞ്ഞ് കിച്ചണിലേക്ക് കയറി. ഒന്ന് നിന്നേ. എന്തായാലും കിച്ചണിൽ കയറിയതല്ലേ, എനിക്കും അപ്പച്ചിക്കും കൂടി ഓരോ കോഫി എടുത്തോ. ചന്തു തിരിഞ്ഞു. അതിന് ഞാൻ നിന്റെ വേലക്കാരിയല്ല. നിനക്ക് കോഫി വേണമെങ്കിൽ നീ ഉണ്ടാക്കിക്കോണം. പിന്നെ അമ്മയ്ക്ക് വേണമെന്ന് അമ്മ പറഞ്ഞാൽ അത് ഞാൻ ഉണ്ടാക്കും. കാരണം അതെൻ്റെ മഹിയേട്ടൻ്റെ അമ്മയാണ്. എനിക്ക് എൻ്റെ അമ്മയെ പോലെ തന്നെ. ആരടി ഊരുമ്പറ്റോളെ നിന്റെ അമ്മ? മഹേശ്വരി ചീറിക്കൊണ്ട് അവളുടെ നേരെ പാഞ്ഞെടുത്തു. എടി, നീ എൻ്റെ മോൻ്റെ കൂടെ ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നപ്പോൾ ഞാൻ ഒന്നും മിണ്ടാതെ നിന്നത് നിന്നെ പേടിച്ചിട്ടല്ല, എൻ്റെ മോനെ പേടിച്ചിട്ടുമല്ല. അവനറിയാം അവൻ്റെ തള്ള അങ്ങനെ ആരെയും പേടിക്കില്ലെന്ന്. അവൻ്റെ കൂടെ നിന്നെ കണ്ട ആ നിമിഷം ഞാൻ ഇവളെ വിളിച്ചതാ. വരാൻ അല്പം വൈകിപ്പോയി. ഇല്ലേ, പിറ്റേന്ന് സൂര്യോദയം കാണാൻ നീ ഉണ്ടാകില്ലായിരുന്നു. നീ എൻ്റെ കുഞ്ഞിനെ തല്ലി അല്ലേടി? എന്ത് ധൈര്യം ഉണ്ടായിട്ടാടി ഇവിടെ പട്ടിയെ പോലെ വലിഞ്ഞു കയറി വന്ന നീ എൻ്റെ കൊച്ചിൻ്റെ ദേഹത്ത് കൈവച്ചത്? അതിനുള്ള സമ്മാനം ഇവിടെ ഇപ്പോൾ എൻ്റെ മുന്നിൽ വച്ച് നിനക്ക് തരും. അവരുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞ ചിരി വിരിഞ്ഞു. ലച്ചു! അവരുടെ വിളി കേട്ടതും ലച്ചു കണ്ണുകളിൽ തിളക്കവുമായി മുന്നിലേക്ക് നീങ്ങി. നിനക്ക് ഇവൾ തന്നതിൻ്റെ 10 മടങ്ങ് ശക്തിയിൽ തിരിച്ചു കൊടുക്ക്. അപ്പച്ചി കൺകുളിർക്കെ ഒന്ന് കാണട്ടെ. ലച്ചു ചന്തുവിൻ്റെ മുന്നിൽ വന്ന് നിന്നു. ക്രൂരമായ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. നീ എന്നെ തല്ലി, എന്നെ വെല്ലുവിളിച്ചു. എനിക്കറിയണം, നീ ഇന്നലെ ഉയർത്തിപ്പിടിച്ച് ഘോരം ഘോരം പ്രസംഗിച്ച നിന്റെ കഴുത്തിലെ താലിച്ചരടിൻ്റെ ബലം. അവളുടെ കൈ ചന്തുവിൻ്റെ കഴുത്തിലെ താലിയിലേക്ക് നീണ്ടു. ചന്തുവിൻ്റെ മിഴികൾ കത്തി. അവൾ ലച്ചുവിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. അവളുടെ കൈ പിന്നിലേക്ക് തിരിച്ചു. ലച്ചുവിൻ്റെ മുഖം വേദന കൊണ്ട് ചുളുങ്ങി. എടീ! ലച്ചു അടുത്ത കൈ വീശി. ചന്തു ആ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് അവളുടെ കവിളടക്കം ഒരെണ്ണം പൊട്ടിച്ചു. ലച്ചുവിൻ്റെ കണ്ണിൽ കൂടി
പൊന്നീച്ച പറന്നു. ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് ചന്തു അവളുടെ കൈ പിന്നിലേക്ക് വളച്ചു പിടിച്ചു. താലിയുടെ മഹത്വം തിരിച്ചറിയാത്ത നീ അതിൽ കൈ വെക്കാൻ തുനിഞ്ഞ തെറ്റു പറയാൻ കഴിയില്ല. അത് നിന്റെ സംസ്കാരം. പക്ഷേ കഴുത്തിലെ താലിയുടെ പവിത്രത അറിയുന്ന ഞാൻ നിന്റെ വൃത്തികെട്ട കൈകൾ അതിൽ സ്പർശിക്കാൻ അനുവദിക്കുമെന്ന് കരുതിയോ നീ? അവളുടെ കാതിലായി ചന്തു മുരണ്ടു. തൻ്റെ മുന്നിൽ വേദനയോടെ നിൽക്കുന്ന ലച്ചുവിനെ കണ്ട് മഹേശ്വരിയുടെ കണ്ണുകൾ ജ്വലിച്ചു. എടീ! അവർ പാഞ്ഞു വന്ന് അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കാൻ തുടങ്ങി. ചന്തു എതിർക്കാതെ നിന്നു കൊടുത്തു. അവരുടെ കൈ കഴുത്തിൽ വീഴുമെന്നറിയുന്ന ചന്തു മെല്ലെ കണ്ണുകൾ അടച്ചു കൊടുത്തു. എന്നാൽ അവരുടെ കൈ തന്നെ സ്പർശിക്കാത്തത് അവളെ അമ്പരപ്പിച്ചു. അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു നോക്കി. തനിക്ക് നേരെ നീണ്ടുവന്ന അമ്മയുടെ കൈകളിൽ മുറുകെ പിടിച്ചിരിക്കുന്ന മഹി. ചന്തു അമ്പരന്നുപോയി. അവർ അവനെ രൂക്ഷമായി നോക്കുന്നുണ്ട്. മഹി അവരുടെ കൈകൾ വീശി എറിഞ്ഞു കളഞ്ഞു. എൻ്റെ പെണ്ണിനെ തൊടാൻ നിങ്ങൾക്കെന്താ അവകാശം? അവൻ അവരുടെ നേർക്കു പോരുകോഴിയെ പോലെ നിന്നു. നിന്റെ പെണ്ണോ? എടാ കണ്ണാ, ഞാനറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഇവൾ നീ താലി കെട്ടിയ പെണ്ണല്ല. കാശിനു വേണ്ടി ഏതോ ദരിദ്രവാസി പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്നതല്ലേടാ നീ ഞങ്ങളെ തോൽപ്പിക്കാൻ. മഹി പുഞ്ചിരിച്ചു. അയ്യോ, മഹേശ്വരി അമ്മയുടെ കണ്ടുപിടുത്തം കൊള്ളാലോ. അവൻ അവരെ കൂർപ്പിച്ചു നോക്കി. അങ്ങനെ നാടകവും അഭിനയവും നിങ്ങൾക്ക് വശമുള്ളതുപോലെ എനിക്കത്ര വശമില്ലല്ലോ മഹേശ്വരി അമ്മേ. പുച്ഛത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ തീച്ചൂള കണക്കെയാണ് അവരുടെ കാതിൽ പതിച്ചത്. ഇന്നലെ ഇവൾ ഞങ്ങളുടെ സ്വകാര്യതയിൽ കടന്നു വന്നപ്പോഴേ പറയേണ്ടത് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ പെണ്ണിൻ്റെ നേർക്ക് കൈ ഉയർത്തിയാ അവൻ വിരൽ ചൂണ്ടി. എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ് ഈ തറവാടെന്നത് ആരും മറക്കരുത്. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും, നിങ്ങൾ ഉൾപ്പെടെ, എൻ്റെ ഔദാര്യത്തിലാണ് കഴിയുന്നത് മഹേശ്വരി അമ്മേ. അവൻ്റെ വാക്കുകൾക്ക് മൂർച്ചയേറി. അവരുടെ കണ്ണുകൾ ഇടുങ്ങി. ഇവിടെ കഴിയുന്ന ഓരോരുത്തരും അറിയാൻ പറയുകയാണ്, എൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കൾക്കും ഏക അവകാശി എൻ്റെ ഭാര്യയായ ചാന്ദിനി മഹേശ്വർ മാത്രമായിരിക്കും. ഇപ്പം ഞെട്ടിയത് അവർ രണ്ടാളും മാത്രമല്ല, ചന്തുവും ഒളിഞ്ഞു വാക്പോര് കേട്ടുനിന്ന അമ്മാവന്മാരും കൂടിയാണ്. അവർ മുഖത്തോട് മുഖം നോക്കി. ഒരാൾ മറ്റൊരാളെ കണ്ണുകൾ അടച്ചു കാട്ടി. നോക്കട്ടെ എവിടെ വരെയും പോകുന്നു എന്ന്, എന്നിട്ട് തീരുമാനിക്കാം. തെക്കേ പറമ്പിൽ 6 അടി നീളത്തിൽ ഒരു കുഴി കൂടി കുത്തണോ അതോ 2 എണ്ണം കുത്തണോ എന്ന്. അയാളുടെ വാക്കുകൾ പല്ലുകൾക്കിടയിൽ ഞെരിഞ്ഞു. ചന്തു, അവൾ ഞെട്ടലോടെ മുഖമുയർത്തി. ഇവറ്റകൾ എന്തെങ്കിലും പറഞ്ഞു വന്നാ നീ നിന്റെ രീതിയിൽ പ്രതികരിക്കാൻ മടിക്കണ്ട. അതിനി ആരായാലും. അവൻ ആ പറഞ്ഞത് മഹേശ്വരി അമ്മയെ നോക്കിയാണ്. കണക്കുകൾ കൂട്ടിയും കിഴിച്ചും അവസാനം ഞാൻ എടുക്കുന്ന തീരുമാനത്തിൽ ആരൊക്കെ വീഴുമെന്ന് എനിക്കിപ്പോഴേ വ്യക്തതയുണ്ട്. അതുകൊണ്ട് വേണ്ട, നിർത്തിക്കോ, അവൻ താക്കീതോടെ ഉറപ്പിച്ചു പറഞ്ഞു. ചന്തുവിനെ നോക്കി. ഒരു സ്ട്രോങ് കോഫി എടുത്തിട്ട് വാ. അവൾ തലയാട്ടി കിച്ചണിലേക്ക് നടന്നു. അവൾക്ക് കാവലായി ഞാനുണ്ടാകും, എന്നും എപ്പോഴും. അവൻ്റെ ആ വാക്കുകൾ അവരെ വിളറിച്ചു. അവൻ അവളുടെ നേർക്ക് കിടന്ന സെറ്റിയിലേക്കിരുന്നു. കാലിന്മേൽ കാൽ ഉയർത്തി വെച്ച് അത് മെല്ലെ ചലിപ്പിച്ചു. മഹേശ്വരിയുടെ മുഖത്ത് അടി കിട്ടിയ പോലെ തോന്നി അവർക്ക്. ഛേ! ലച്ചു തൻ്റെ മുറിയിലേക്ക് ചാടിത്തുള്ളി കയറിപ്പോയി. അവർക്ക് അങ്ങനെ തോറ്റു കൊടുക്കാൻ മനസ്സില്ലായിരുന്നു. അവർ അവിടെ തന്നെ നിന്നു. ചന്തു കോഫിയുമായി വരുന്നത് കണ്ടതും അവൻ അവളെ നോക്കി ചിരിച്ചു. അവൾ അവന് കോഫി നീട്ടിയതും വാങ്ങിക്കൊണ്ട് ചോദിച്ചു, നിനക്കെടുത്തില്ലേ? ഇല്ല. ആ സാരമില്ല, വാ, ഇത് നമുക്കൊന്നിച്ചു കുടിക്കാം. അത് കേട്ടതും
അവളുടെ കിളി പോയി. ഞെട്ടലോടെ മഹേശ്വരി അവനെ നോക്കി. വാ ഇരിക്ക്. അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ അവളെ നോക്കി. അവൾ അവനോടൊപ്പം ഇരുന്നു. ഷേ, ഇതെന്താ ഇങ്ങോട്ട് അടുത്തിരിക്ക് ചന്തു, നീ ആരെയാ പേടിക്കുന്നേ? അവൻ അവളുടെ അരയിൽ പിടിച്ച് അടുത്തേക്ക് വലിച്ചു. ഒരു നിമിഷം അവനും അവളും ഒരുപോലെ വിറച്ചു. അത് പരസ്പരം തിരിച്ചറിയുകയും ചെയ്തു. ദാ കുടിക്കേ. അവൻ്റെ സ്വരം വിറച്ചിരുന്നു. അവൻ കപ്പ് അവളുടെ ചുണ്ടോട് ചേർത്ത് പിടിച്ചു. അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് കോഫി ചെറുതായി മുത്തി. അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവൾ കോഫി ഇറക്കിയ ശേഷം അവനും അതേ കപ്പ് ചുണ്ടോടടുപ്പിച്ചു. അത് കണ്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവനൊന്ന് സിപ്പ് ചെയ്ത് അവളെ നോക്കി. ചന്തു, സൂപ്പർ കോഫി. അല്ലേലും എൻ്റെ ഭാര്യ സൂപ്പറല്ലേ? അവളുടെ തോളിൽ കൈയിട്ട് ചേർത്തുകൊണ്ട് അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ ആ നിമിഷം മറ്റെല്ലാം മറന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചാരി. മഹിയുടെ ഉടൽ വിറകൊണ്ടു. ഒക്കെയും കണ്ടുനിന്ന മഹേശ്വരി അവളെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് ഉറഞ്ഞു തുള്ളി നടന്നു. മറഞ്ഞു നിന്ന 4 ജോഡി കണ്ണുകളിലും അഗ്നി എരിഞ്ഞു. അവർ പോയിട്ടും അവളിൽ നിന്നും അടരാൻ മനസ്സില്ലാത്തതുപോലെ അവൻ അങ്ങനെയിരുന്നു. ആ സമയം ദേവിൻ്റെ കമ്പനിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ് മൂവർ സംഘം. ഡാ അർജുൻ, ദാ ഇതിൽ 5 ലക്ഷം രൂപയുണ്ട്, കൊണ്ടുപോയി അവൻ്റെ അണ്ണാക്കി തള്ളു. ദത്ത് ബാഗ് നീട്ടി. എടാ, ഇതെങ്ങനെ ഒപ്പിച്ചു? ദേവ് അമ്പരപ്പോടെ ചോദിച്ചു. ആ, അതൊക്കെ ഒപ്പിച്ചു. എടാ നീ, എന്തോ ഒരു ഭയത്തോടെ ദേവ് വിളിച്ചു. അർജുൻ അവരെ മാറി മാറി നോക്കി. എടാ, എന്താ, നിനക്കൊക്കെ വേണമായിരുന്നോ? എടാ എന്നാലും അത് വേണ്ടായിരുന്നു. അതുകൊണ്ട് ക്യാഷ് കിട്ടിയില്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ പിടിച്ചു നിൽക്കണ്ടേ? അർജുൻ അമ്പരന്നു പോയി. താൻ ഉദ്ദേശിച്ച ആളല്ല ദത്തെന്ന് അർജുന് മനസ്സിലായി. അവൻ ആ ബാഗ് എടുത്തു, നെഞ്ചോട് ചേർത്ത് അവരെ നോക്കി. ഞാൻ പോയി കൊടുത്തിട്ട് വരാം. ഇപ്പം വേണ്ടടാ, വൈകുന്നേരം മതി. അതിനു മുൻപ് തറവാട്ടിൽ ഞങ്ങളുടെ എൻട്രി ആവശ്യമാണെന്ന് അച്ഛനും വല്യച്ഛനും വിളിച്ചു പറഞ്ഞു. അയ്യോ, അങ്ങോട്ടേ എന്നാ സാറ് പ്രശ്നമാക്കില്ലേ? പിന്നെ അവൻ്റെ തന്ത വിചാരിച്ചിട്ട് നടക്കാത്തതാണ് അവൻ നടത്താൻ ശ്രമിക്കുന്നത്. അവൻ അറിയില്ല ഞങ്ങളെ. ദത്തിൻ്റെ കണ്ണിൽ പകയെരിഞ്ഞു. എടാ, അച്ഛൻ എന്താ പറയുന്നേ? നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ ഇതുവരെ ചെയ്തതിനൊക്കെ പ്രയോജനം ഉണ്ടാകുമെന്ന്. അവൻ പുതിയ തീരുമാനങ്ങൾ എടുത്ത മട്ടാണെന്ന്. എന്നുവെച്ചാ അവൻ്റെ സ്വത്തിന് ഏക അവകാശി ആ ദരിദ്രവാസി പെണ്ണ് മാത്രമാണെന്ന് പ്രഖ്യാപിച്ചു പോലും. ദേവ് ഞെട്ടിപ്പോയി. സ്വത്തൊക്കെ അവളുടെ പേരിൽ കൂടി രജിസ്റ്റർ ചെയ്താ നമ്മൾ ഇതുവരെ കളിച്ച കളിയൊക്കെ വെറുതെയാകും ദേവ്. നമുക്കിന്ന് തന്നെ തറവാട്ടിലെത്തണം. ഇനി നമ്മുടെ കളികൾ അവിടെയാണ് അരങ്ങേറേണ്ടത്. പണ്ട് വേലക്കാരിയെ തൊട്ടെന്ന് പറഞ്ഞ് എന്നെ അവൻ തല്ലിയത് മറന്നിട്ടില്ല ഞാൻ. അന്നേ ഞാൻ മനസ്സിൽ കുറിച്ചൊന്നുണ്ട്. അതിന് സമയമായി. ദത്തിൻ്റെ കണ്ണുകൾ വല്ലാതൊന്ന് തിളങ്ങി. ദേവിന് കാര്യം മനസ്സിലായി. അവൻ്റെ ചുണ്ടിലും ക്രൂരമായ ചിരി വിരിഞ്ഞു. അപ്പോൾ നമ്മൾ മംഗലത്ത് തറവാട്ടിലേക്ക്. ഇന്നൊരു കുഞ്ഞു പാർട്ടാണേ, എല്ലാവരും ക്ഷമിക്കണേ. നാളെ കുറച്ചുകൂടി ലെങ്ത്തിലുള്ള പാർട്ട് തരാട്ടോ.